വൻകുടലിലെ ക്യാൻസർ ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ അവബോധം മാത്രമാണുള്ളതെന്ന് സർവേ റിപ്പോർട്ട്. ലോക വൻകുടൽ ക്യാൻസർ മാസാചരണത്തോടനുബന്ധിച്ച് മെർക്ക് സ്പെഷ്യാലിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച സർവേയിലാണ് ഈ അഭിപ്രായം ഉണ്ടായത്. 14 ഇന്ത്യൻ നഗരങ്ങളിലായി നടത്തിയ ജീവിതശൈലി ദഹനാരോഗ്യ അവബോധ സർവേ പ്രകാരം വൻകുടലിലെ ക്യാൻസർ ലക്ഷണങ്ങൾ ഗുരുതരമാണെന്ന സംശയം കോഴിക്കോട് നിവാസികളിൽ 19.9% പേർക്ക് മാത്രമാണുള്ളതെന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പുറത്തിറക്കിയ സർവേ പ്രകാരം കോഴിക്കോട് നഗരവാസികളിൽ 61.5% പേരും ഇറഗുലർ ബവൽ മൂവ്മെന്റ് അനുഭവിക്കുന്നതായും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് 45.6% പേർ വീട്ടുവൈദ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ മലത്തിൽ രക്തം കണ്ടാൽ പോലും 24.6% പേരും സ്വയം ചികിത്സ നടത്തുകയാണെന്നും വ്യക്തമായതായും വിദഗ്ധർ വിശദീകരിച്ചു. അതേപോലെ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് മാറിക്കൊണ്ടിരിക്കുക. സാധാരണ എല്ലാവർക്കും നോർമലായിട്ട് ബവൽ മൂവ്മെന്റ്സ് ഉണ്ടാവും, പ്രോപ്പറായിട്ട് എല്ലാ മൂവ്മെന്റ്സ് ഉണ്ടാവും. അത് ഓൾട്ടേഡ് ആയി മാറാം. ചില മോഷൻ അധികം പോവുക, ചില മോഷൻ പോകാതിരിക്കുക. ഈ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് വന്നാൽ അതും ഒരു സൈനാണ്. എന്തിന്റെ സൈനാണ്? ക്യാൻസർ സൈനാണ്. അത് ആൾമോസ്റ്റ് എല്ലാവരും ഡയബറ്റിരിക്കണം. അങ്ങനെ സംഭവം വന്നാൽ അവർ പറയുന്നത് നോർമൽ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്, അത് ക്യാൻസർ ഒന്നും ആവില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ സിംറ്റം നോക്കുമ്പോഴും അതൊന്നും ജനങ്ങൾക്ക് അലർട്ടായിട്ടില്ല, അവയറായിട്ടില്ല. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗ മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ KV ഗംഗാധരൻ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഡോക്ടർ ശ്രീലേഷ് KP, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്